ആലപ്പി സ്റ്റൈൽ ഡ്രൈ ക്രാബ് റോസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം വൃത്തിയായിട്ട് കഴുകി എടുക്കുക ക്രാബ്. അതിനുശേഷം അതിൻ്റെ 2 സൈഡിലത്തെയും കാലുകൾ റിമൂവ് ചെയ്യുക. ആ ഫ്രണ്ടിലത്തെ കാലും വലിയ കാലുണ്ടല്ലോ അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തെടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് പൂവുണ്ടാവും. ആ 2 സൈഡിലത്തെ പൂ റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ടത് 2 പീസായിട്ട് കട്ട് ചെയ്തിടുക. ഞാൻ എടുത്തേക്കണ ക്രാബ് ചെറുതായതുകൊണ്ട് ഞാൻ 2 പീസേ ആക്കുന്നുള്ളൂ. വലിയ ക്രാബാണെങ്കിൽ 4 പീസൊക്കെ ആക്കാം. കാരണം ചെറിയ പീസാണ് അതിന് മസാലകൾ ഉള്ളിലേക്ക് പിടിക്കാനായിട്ട് നല്ലത്. ആ ഫ്രണ്ടിലത്തെ വലിയ കാലില്ലേ അതെടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലത്തെ വശം കട്ട് ചെയ്ത് കളയുക. സൈഡിലത്തെ കൂർത്ത് നിൽക്കുന്ന വശങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 ആക്കി ഇടുക. ഞാനിവിടെ ഒരു 5 ക്രാബ് എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 10-20 ചെറിയ ഉള്ളി, ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, കുടംപുളി വെള്ളത്തിൽ കുതിർത്തതാണ്, പിന്നെ കട്ടി തേങ്ങാപ്പാൽ. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചെടുക്കുക നന്നായിട്ട്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. കേരള സ്റ്റൈൽ ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നല്ലത്. വേറെ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട, വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി ഉള്ളൂ കേട്ടോ. അത്യാവശ്യം അത് മൂത്ത് വരുമ്പോഴത്തേനും അതിൻ്റെ അകത്തേക്ക് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിക്കുക. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേസ്റ്റായി പോകരുത് ചെറിയ ഉള്ളി, പതുക്കെ ഒന്ന് ചതച്ചെടുക്കാവുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ച് ആ ഉള്ളിയുടെ പച്ച ടേസ്റ്റ് എല്ലാം പോകണം. നന്നായിട്ട് മൂക്കണം. ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പൊടികളിടുന്നത് ടീസ്പൂണിലാണ്. ഒരു 1/2 ടീസ്പൂണാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളക് ഉപയോഗിച്ചേക്കണം, ഒരെണ്ണേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി വലിയ ജീരകം പൊടിച്ചത്, പെരിഞ്ജീരകം ഇല്ലേ, അത് 1/2 ടീസ്പൂൺ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികൾ ഒരുപാട് കൂടണ്ട. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. പൊടികളുടെ പച്ച ടേസ്റ്റ് നന്നായിട്ട് പോകണം. ഞാനിപ്പോൾ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചേക്കുവാണ്. ഈ ക്രാബ് ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് പതുക്കെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആയി കഴിയുമ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ക്രാബ് ചേർത്ത് കൊടുക്കാം. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഈ ക്രാബിൽ നിന്നും കുറച്ച് വെള്ളം വരും, അത് മതി. കാരണം ഇത് ഡ്രൈ റോസ്റ്റാണല്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് ചാറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറച്ച് കൂട്ടി എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ചെറിയ ഉള്ളി ആഡ് ചെയ്തപ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്രാബ് ഇട്ടതിന് ശേഷം ഉപ്പിടുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്ലെയിം നന്നായിട്ട് ഇരിക്കുവാണ്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം ഈ കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊരു 3-4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം.
കുടംപുളി ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്രാബ് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഇത് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ മേളത്തെ ഒരു ക്രീമായിട്ടൊരു ലെയർ ഫോം ചെയ്യുമല്ലോ, അതിൻ്റെ ആ ലെയർ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. മേളത്തെ വശം ഞാൻ ഡ്രൈ ആയിട്ടാണ് ഈ ക്രാബ് റോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ തേങ്ങാപ്പാൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ഇപ്പോൾ അത്യാവശ്യം കുക്കായിരിക്കുവാണ് ക്രാബ്. കൂടുതൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ പിന്നെ അത് ഡ്രൈ ആക്കി എടുക്കാൻ പിന്നെയും സമയമെടുക്കും. ഇപ്പോൾ ഞാനൊരു 3-4 ടീസ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സ് അടച്ചു വയ്ക്കാം നമുക്ക്. നമ്മുടെ ഡ്രൈ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കറിവേപ്പിലൂടെ, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈസി ആയിട്ടുള്ള ക്രാബ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.